നമസ്കാരം. ഒരു ദിവസം ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോൾ അറിയുന്നുണ്ട്. പഴയതുപോലെ പിറ്റേ ദിവസം പത്രം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്തവ അറിയാതിരിക്കേണ്ട സാഹചര്യവുമില്ല. ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി മത്സരിക്കുമ്പോൾ അപ്പോൾ തന്നെ കാണിക്കും. കൂടാതെ സോഷ്യൽ മീഡിയ ഒരു മാധ്യമമായി മാറിയിട്ടുണ്ട്. എന്നാലും അച്ചടി മാധ്യമങ്ങൾ ജനങ്ങൾ വരുത്തുന്നുണ്ട്. അതിൻ്റെ ചെലവ് കുറവായതുകൊണ്ട് ഒരു പ്രസ്റ്റീജ് വിഷയമായി കൊണ്ടുവരുന്നതാണ്. പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് ബിൽഡിങ്ങിനപ്പുറത്തേക്ക് കച്ചവടം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് പത്രങ്ങൾ ഒഴികെയുള്ള അച്ചടി മാധ്യമങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് പരസ്യം ഇടണമെങ്കിൽ മാസങ്ങളോളം ക്യൂ നിൽക്കേണ്ടിയിരുന്ന വനിതയൊക്കെ സാമ്പത്തിക നഷ്ടത്തിലാണ് എന്ന് കേട്ടാൽ ഞെട്ടിപ്പോകും. അപ്പോൾ പിന്നെ സാഹിത്യ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? എന്നിട്ടും നമ്മൾ പത്രം വായിക്കുന്നത് ഒന്ന് ഓടിച്ചു നോക്കാനുള്ള ഒരു കൗതുകം കൊണ്ടാണ്. ഏതാണ്ട് 10-12 പത്രങ്ങൾ എല്ലാ ദിവസവും ഓടിച്ചു നോക്കുന്ന ശീലം എനിക്കുണ്ട്. എല്ലാ വാർത്തകളും നേരത്തെ അറിഞ്ഞതായിരിക്കും, എങ്കിലും ഞാനും അത് നോക്കും. ഇന്നത്തെ മനോരമ ദിനപത്രത്തിലെ പ്രധാന വാർത്തയോടെ ഇന്നത്തെ ആദ്യ വീഡിയോ ചെയ്യാം. ഓണക്കാലമായതുകൊണ്ട് എല്ലാ പത്രങ്ങൾക്കും ചാകരയാണ്. ഇഷ്ടം പോലെ പരസ്യമുണ്ട്. 1-ാം പേജും 2-ാം പേജും ഒക്കെ പരസ്യമാണ്. മനോരമ എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നു: ജയിലിലായാൽ മന്ത്രി പുറത്ത്. പുതിയ ബിൽ 30 ദിവസം തടവിലായാൽ മന്ത്രിസ്ഥാനം പോകുമെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് മറ്റ് വാർത്തകളില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ഷർഷാദിൻ്റെയും രാജേഷ് കൃഷ്ണയുടെയും വിവാദം, രഹസ്യക്കത്ത് വിവാദം ഉണ്ടായതും ഇങ്ങനെ വാർത്തകളില്ലാത്തത് കൊണ്ട്. ഒരു വാർത്ത ജനത്തെ ചൂടുപിടിപ്പിക്കുന്നതില്ലെങ്കിൽ ഒരു വാർത്തയുണ്ടാക്കി ജനത്തെ ചൂടുപിടിപ്പിക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കും. ചാനലുകൾ ചെയ്യുന്നതാവണമെന്നില്ല പത്രങ്ങളുടെ വാർത്ത. അതുകൊണ്ടാണ് ഇന്നത്തെ മനോരമയിൽ ഈ വാർത്ത വലുതായിരിക്കുന്നത്. ഇത് പക്ഷേ വലിയ വാർത്ത തന്നെയാണ്, വളരെ ഗൗരവത്തോടെ കാണേണ്ട വാർത്ത തന്നെയാണ്. വാർത്ത എങ്ങനെയാണ്: ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി 30 ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകും. ഇത് നടപ്പിലാക്കാനുള്ള നിർണായക ഭേദഗതി ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇതിനായി ഭരണഘടനയുടെ 130-ാം ഭേദഗതി ബിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുക. ബില്ലുകൾ അവതരിപ്പിച്ച ശേഷം വിശദ പരിശോധനകൾക്കായി പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിടും. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനങ്ങളിലാണ് നിർണായക ബില്ലുകൾ അപ്രതീക്ഷിതമായി കൊണ്ടുവന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകരിച്ച ബില്ലുകൾ ഇന്നലെ രാത്രിയോടെ മാത്രമാണ് എംപിമാർക്ക് ലഭ്യമാക്കിയത്. ധാർമ്മികതയ്ക്ക് വെല്ലുവിളി. ഗുരുതര ക്രിമിനൽ കുറ്റാരോപണങ്ങൾ നേരിടുകയും അറസ്റ്റിലാവുകയും കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്യുന്ന ഒരു മന്ത്രി ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്കും സദ്ഭരണ തത്വങ്ങൾക്കും തുരങ്കം വെച്ചേക്കാമെന്നാണ് ബില്ലിന്റെ ലക്ഷ്യമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ ബില്ല് എന്തിനാണ് ഇപ്പോൾ മോദി സർക്കാർ കൊണ്ടുവന്നത്? ഈ ബില്ലിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം വളരെ ഗുരുതരമായ ചില ധാർമ്മിക പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാതെ ജയിലിൽ മുഖ്യമന്ത്രിയെ കിടന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ബിൽ. ഈ ബില്ലിൽ ചില ആശയക്കുഴപ്പങ്ങൾ ബാക്കിയുണ്ട്. ഒരാൾ മന്ത്രിയായിരിക്കവേ ഒരു കേസിൽ അറസ്റ്റിലായി 30 ദിവസത്തിൽ അധികം ജയിലിൽ കിടന്നാൽ അയാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അയാൾ കുറ്റാരോപിതനായാൽ മാത്രം മതി, കുറ്റക്കാരനാവേണ്ട എന്നുണ്ട്. അത് ഗുരുതരമായ പ്രശ്നമുണ്ടാക്കും. ഒരാളുടെ രാഷ്ട്രീയ ജീവിതം തകർക്കുന്നതിന് വേണ്ടി എതിർ കക്ഷികൾക്ക് കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ അടച്ചാൽ അയാൾക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം അത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാകും. എന്നാൽ ജയിലിൽ കിടക്കുന്ന കാലയളവിൽ മാത്രമാണ് അയാൾക്ക് മന്ത്രിസ്ഥാനം പോകുന്നതെങ്കിൽ അതിനെ തെറ്റു പറയാനും സാധ്യമല്ല. നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ഒരാളുടെ മേലൊരു കുറ്റം ചുമത്തിയാൽ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. കുറ്റാരോപിതനാണ് എന്നതിൻ്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കുന്നത് ഉചിതമല്ല. ഒരു വിചാരണ പൂർത്തിയാക്കി കുറ്റം തെളിയിച്ച് കഴിയുമ്പോൾ മാത്രമേ അയാൾ കുറ്റക്കാരനാവുന്നുള്ളൂ, ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇപ്പോൾ തന്നെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ പ്രൊവിഷനുണ്ട്. 2 വർഷത്തിലധികം തടവ് ആർക്കെങ്കിലും വിധിച്ചാൽ അവരുടെ മന്ത്രിസ്ഥാനമോ അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന സ്ഥാനമോ നഷ്ടപ്പെടുമെന്നാണ് നിയമം. ആ നിയമത്തിനപ്പുറത്തേക്ക് ഒരാൾ ജയിലിലായാൽ ഉടൻ തന്നെ 30 ദിവസത്തിലധികം ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ധാർമ്മിക പ്രശ്നം ഉത്ഭവിക്കുന്നു. ആർക്കും ആർക്കെതിരെയും കള്ളക്കേസെടുക്കാം.
അരവിന്ദ് കെജ്രിവാൾ കള്ളപ്പണ ഇടപാട് നടത്തി, അഴിമതി നടത്തി എന്നാണ് EDയും CBIയും ഒക്കെ ചുമത്തുന്ന കുറ്റപത്രം. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും അത് നിഷേധിക്കുന്നു. ഇങ്ങനെ തെളിവ് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ് കെജ്രിവാളിന് പിന്നീട് ജാമ്യം കിട്ടിയത്. അപ്പോൾ ചോദ്യമുണ്ടാവുന്നു, അരവിന്ദ് കെജ്രിവാളിന് ഇനി മുഖ്യമന്ത്രിയാവാൻ സാധിക്കാതെ വരുമോ? രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരുമോ? ഇയാൾ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ ഇയാളുടെ രാഷ്ട്രീയ ജീവിതം നഷ്ടമാകുന്നതിന് ആര് ഉത്തരവാദിത്തം കൊടുക്കും? ഇതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതേസമയം ഇതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം ജയിൽവാസം കഴിഞ്ഞാൽ ഇയാൾക്ക് മന്ത്രിസ്ഥാനത്തേക്ക് വരാമെന്നാണ്. അതായത് ഒരാളെ ഒരു കുറ്റത്തിന് ജയിലിൽ അടയ്ക്കുന്നു, 30 ദിവസമായിട്ടും അയാൾ ജയിൽ മോചിതനാകുന്നില്ല, അയാളുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു. അതേസമയം 35-ാമത്തെ ദിവസം അയാൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ 35-ാമത്തെ ദിവസം അയാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളത് ആർക്കാണോ അവർ വീണ്ടും അയാളെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്താൽ അയാൾക്ക് മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാം. ഇത് തന്നെ മന്ത്രിമാരുടെയും അവസ്ഥ. അങ്ങനെയാണ് വ്യാഖ്യാനമെങ്കിൽ ഇതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഒരാൾ ജയിലിൽ കഴിയുമ്പോൾ മന്ത്രിയാവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ജയിലിൽ കഴിയുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ രാജിവെക്കാൻ നിർബന്ധിക്കുന്ന നിയമം രാജ്യത്തില്ലാത്തത് കൊണ്ട് ആ പദവിയിൽ ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണെങ്കിൽ തീർച്ചയായും ഇതിനെ അഭിനന്ദിക്കേണ്ടി വരും. ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിപ്പണി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ആ പദവി രാജിവെക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം രാജിവെക്കേണ്ട എന്ന് തീരുമാനിച്ചത് നിയമത്തിൻ്റെ സുരക്ഷ കൊണ്ടാവാം. അത്തരമൊരു സുരക്ഷ എടുത്തു കളയുന്നതും ആര് ജയിലിൽ പോയാലും ആ സമയത്ത് തന്നെ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതും ഉചിതമായ കാര്യമാണ്. അതിന് 30 ദിവസം കാത്തിരിക്കേണ്ടത് പോലുമില്ല. ഒരാൾ ജയിലിലായാൽ അപ്പോൾ തന്നെ അയാളുടെ മന്ത്രിസ്ഥാനം അസാധുവാക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ 2-3 ദിവസം എന്ന് വയ്ക്കുക. 3 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ അയാളുടെ മന്ത്രിസ്ഥാനം അസാധുവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം. അതേസമയം ഒരാൾ ജയിലിലായി എന്ന കാരണം കൊണ്ട് അയാൾക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കുകയും പിന്നീട് അയാൾക്ക് മന്ത്രിയായി തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അത് അനുചിതമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കുറ്റവിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അയാളുടെ മന്ത്രി പദവി നഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരു നാട് ഭരിക്കുന്നത് ആരാണോ അവരുടെ എതിരാളികൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നത് പതിവാണ്. പിണറായി സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്നത് കൊണ്ട് നിരവധി കള്ളക്കേസുകൾ എനിക്കെതിരെ എടുത്തു എന്നത് എല്ലാവർക്കും അറിയാം. ഒരു കേസിലും എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. എന്നാൽ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ആ കേസിൽ പറയുന്ന വകുപ്പ് എന്താണോ ആ വകുപ്പ് അനുസരിച്ച് മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. എനിക്കെതിരെ എടുത്തിരിക്കുന്ന എല്ലാ കേസുകളും കള്ളക്കേസുകളായിരുന്നു. മിക്ക കേസുകളും ജാമ്യമില്ല വകുപ്പുള്ളതായിരുന്നു. ഇതിലൊന്നിൽ എനിക്ക് ജില്ലാ കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചെന്ന് ഓർക്കണം. നാളുകൾക്ക് ശേഷമാണ് സുപ്രീം കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചത്. മറ്റൊരു കേസിൽ ഞാൻ ജയിലിലായില്ലെങ്കിലും എനിക്ക് ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യം ജീവപര്യന്തം തടവാണ്. ആ കുറ്റകൃത്യം എൻ്റെ മേൽ ചുമത്തിയില്ല എന്നതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അജിത് കുമാറിന് ഇപ്പോൾ ഈ ഗതി ഉണ്ടായത്, PV അൻവർ പുറത്തേക്ക് പോയതൊക്കെ. അപ്പോൾ ഇത് വ്യാജമാണ് എന്നിരിക്കെ ഞാൻ മന്ത്രിയായിരുന്നെങ്കിൽ എനിക്ക് മന്ത്രിപ്പണി പോകുന്ന അവസ്ഥ സുഖകരമാണോ? സ്വാഭാവികമായും ചർച്ചയാവേണ്ടതാണ്. ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും ഈ ആശയക്കുഴപ്പം നിർണായകമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ആർക്കെതിരെ വേണമെങ്കിലും കള്ളക്കേസെടുക്കാം. 100-ലധികം കള്ളക്കേസുകൾ ചുമത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത്, ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു തരത്തിലും ഗുണകരമല്ല. അതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാതെ കൈയടിക്കാൻ വരട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രത്യേകിച്ച് ഇതിന് പല വ്യാഖ്യാനങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ടിരിക്കുന്ന വോട്ട് മോഷണ കേസിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. എന്തായാലും ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നത് വരെ ആവേശം കൊള്ളാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം.